ഭരണഘടനാ ആമുഖം വായിക്കാൻ അഡ്വക്കേറ്റ് KD ഉഷയെ ക്ഷണിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് വായിക്കുന്നത്. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അരുൺ സാർ, KP രാജേന്ദ്രൻ സാർ, പാർവതി ചേച്ചി, ഇന്നത്തെ മുഖ്യാതിഥിയായിട്ടുള്ള വൈശാഖ മാഷ് തുടങ്ങി വേദിയിലെ ബഹുമാന്യരെ, സദസ്സിലെ യുക്തിവാദി സുഹൃത്തുക്കളെ, മറ്റ് ബഹുജനങ്ങളെ, ഏറ്റവും സന്തോഷവും ഒപ്പം തന്നെ ദുഃഖവും അലതള്ളുന്ന ഒരു വേദിയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. 19 വർഷം മുമ്പ് ഇതുപോലൊരു കോരിച്ചിരുന്ന മഴയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട പവൻ സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞതും. അതുകൊണ്ട് ഇതേ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം പൊതു ദർശനത്തിനായി അക്കാദമിയുടെ ഹാളിൽ വച്ചിരുന്നതും. അല്ല, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഓരോ വർഷവും കേരള യുക്തിവാദി സംഘം ആ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം നിരവധി വർഷം സംഘത്തിൻ്റെ പ്രസിഡൻ്റായി പ്രസ്ഥാനത്തെ നയിച്ചു. അതുപോലെ തന്നെ ഈ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടും നിരവധി വർഷം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുകയുണ്ടായി. അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷമാണ്, അല്ലെങ്കിൽ ആ കാലയളവിലാണ് ഈ അക്കാദമിക്ക് ഇത്രയും നല്ലൊരു മുഖം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം കൂടി തന്നെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പവന സാറിൻ്റെ ജന്മശതാബ്ദി വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1925 ഒക്ടോബർ 26 തലശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വർഷത്തെ പരിപാടികൾ വ്യത്യസ്ത വേദികളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തലശ്ശേരിയിൽ വെച്ച് നടന്നു. അനുബന്ധ പരിപാടികളുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ പവനപ്പർവ്വം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഔപചാരിക സമാപനം ഒക്ടോബർ 26 തൃശ്ശൂർ വെച്ച് തന്നെ നടത്താൻ, വിപുലമായ പരിപാടികളോടെ നടത്താൻ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അക്കാര്യം കൂടി ഇത്തരത്തിൽ ഞാൻ അറിയിക്കാൻ സന്തോഷമുണ്ട്. ഇതിൽ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്കറിയാം, ബഹുമുഖ പ്രതിഭ ആയിരുന്ന പവന സാറ് അദ്ദേഹത്തിൻ്റെ അവസാന കാലമൊക്കെ തൃശ്ശൂരിലാണ് കഴിച്ചുകൂട്ടിയത് നമുക്കറിയാം. ദീർഘകാലം കേരള യുക്തിവാദി സംഘത്തെ നയിക്കുകയും അക്കാദമിയെ നയിക്കുകയും വ്യത്യസ്ത മേഖലകളിൽ സാംസ്കാരിക രംഗത്തായും സാഹിത്യ രംഗത്തായാലും എല്ലാം അദ്ദേഹം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് നമ്മെ വിട്ടുപിരിഞ്ഞതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 19ാം ചരമവാർഷികമാണ് ഇന്ന്. സാധാരണ 22-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം. 22 തൊട്ട് വരുന്ന അവധി ദിവസങ്ങളാണ് നമ്മൾ ഈ പരിപാടി നടത്താറ്. ഇന്ന് കൃത്യമായി 22-ാം തീയതി അവധി ദിവസം തന്നെ ആയതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ പരിപാടി ഒരു ദിവസം മുഴുദിന പരിപാടിയായിട്ട് നമുക്കിവിടെ നടത്താൻ സാധിച്ചത്. രാവിലെ സെമിനാറുകൾ നടന്നു, ഉച്ചയ്ക്ക് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും നടക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാതെ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇനി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഗംഗൻ അഴീക്കോട് അവറുകളാണ്. പവന സാറിൻ്റെ അതേ രീതിയിൽ തന്നെ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗൻ മാഷക്ക് ഔപചാരികത പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും പവന
അവാർഡ് വിതരണം ചെയ്യുന്നതും നമുക്കെല്ലാം ആദരണീയ ജസ്റ്റിസ് VG അരുൺ സാറാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിയാണ്. അരുൺ സാറിന് ഈ ചടങ്ങിൽ കിട്ടുക എന്ന് വെച്ചാൽ അതിലേറെ അഭിമാനം നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കൃത്യമായ നീതിന്യായ നിർവഹണത്തിലൂടെ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മാന്യ വ്യക്തിത്വം കൂടിയാണ് ജസ്റ്റിസ് അരുൺ സാർ. 2 വർഷം മുമ്പ് എറണാകുളത്ത് മതമില്ലാത്ത ജീവൻ അവാർഡ് വിതരണം ചെയ്തപ്പോഴും അദ്ദേഹം തന്നെ നമുക്ക് അതിന് ലഭിച്ചിരുന്നു. അക്കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ കൂടുതൽ വിശേഷങ്ങൾ കൊടുക്കാതെ ഏറ്റവും ബഹുമാനത്തോടെ ജസ്റ്റിസ് അരുൺ സാറിനെ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ പവന സെക്കുലർ അവാർഡ് അർഹനായിട്ടുള്ളത് വൈശാഖ മാഷാണ്. തൻ്റെ എഴുത്തിലും പ്രസംഗത്തിലുമെല്ലാം കൃത്യമായ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡിനെ വൈശാഖ മാഷ് തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കുരിപ്പടിയും അഡ്വക്കേറ്റ് അനിൽകുമാറും ഗംഗം മാഷും അടക്കമുള്ള ജഡ്ജിങ് പാനലാണ് വൈശാഖ മാഷെ ഈ അവാർഡിനായി തിരഞ്ഞെടുത്തത്. ഏറ്റവും സന്തോഷമുണ്ട് ഈ പവൻ സാറിൻ്റെ പേരുള്ള അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാൻ. ഏറ്റവും സ്നേഹത്തോടെ വൈശാഖ മാഷി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവാർഡിൻ്റെ ഭാഗമായുള്ള പ്രശസ്തി പത്രം സമർപ്പിക്കുന്നത് നമുക്കെല്ലാം ആദരണീയനായിട്ടുള്ള അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ, മുൻ റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ്. നമുക്കറിയാം പവൻ്റെ പേരിൽ പവന ഫൗണ്ടേഷൻ എന്ന പേരിൽ കുറേ നാളുകൾ ഒരു ഫൗണ്ടേഷൻ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെയും സജീവമായി മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ബഹുമാന്യ വ്യക്തിത്വം കൂടിയാണ്. മറ്റൊരു കാര്യം കൂടി, നമ്മൾ സംസ്ഥാന സമ്മേളനം വർഷങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോൾ അതിന് ചെയർമാൻ രാജേന്ദ്രനായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ ആ സമ്മേളനം നടത്തുവാൻ അദ്ദേഹത്തിൻ്റെ ആ നേതൃപാടവം നമ്മൾ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം തോളോട് ചേർന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ അവർകളെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവാർഡ് ജേതാവിനെ പരിചയപ്പെടുന്ന ED ഡേവിസ് അവർകളാണ്. വൈശാഖ മാഷെ പരിചയപ്പെടുത്താൻ ഇത്രയും അർഹത വേറെ ആർക്കും ഇല്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയാം. ദീർഘനാൾ ED ഡേവിസ് ഈ അക്കാദമിയിലെ പബ്ലിക്കേഷൻ മാനേജറായി പ്രവർത്തിച്ചിരുന്നു. വൈശാഖ മാഷിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും ED ഡേവിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തികച്ചും വൈശാഖ മാഷെ പരിചയപ്പെടുത്താൻ യോഗ്യനാണ് ED ഡേവിസ് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ പ്രശസ്തി പത്രം വായിക്കുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ മുതിർന്ന ഉശിരുള്ള പ്രവർത്തകയായിട്ടുള്ള സുധി തോമസാണ്. സുധി തോമസിനെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഭാഗമായി C ചന്ദ്രബാബു നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സമീപത്തുള്ള കല്ലേറ്റുംകരയിലെ നിപ്മർ എന്ന സ്ഥാപനം ഏറ്റവും ഉന്നതിയിലെത്തിക്കുകയും യുനെസ്കോയുടെ പുരസ്കാരം തന്നെ നേടിയെടുക്കുന്നതിൽ മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാന്യ വ്യക്തിത്വമാണ്. നിപ്മറിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായിട്ടുള്ള C ചന്ദ്രബാബു. അദ്ദേഹത്തിൻ്റെ ബഹുമുഖ കഴിവുകളെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ ആദരിക്കുന്നത്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് അശോകൻ ചെരുവിലാണ്. നമുക്കറിയാം നല്ലൊരു എഴുത്തുകാരനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വർഷവും ഈ ചടങ്ങിനോടൊപ്പം നമ്മൾ മതമില്ലാത്ത ജീവൻ അവാർഡ് വിതരണം ചെയ്യുന്നുണ്ട്. സ്കൂൾ രേഖകളിൽ ജാതിയും മതവും രേഖപ്പെടുത്താതെ തികച്ചും മനുഷ്യരായി പഠിച്ച് ജയിച്ചു വരുന്ന കുട്ടികൾക്കാണ് മതമില്ലാത്ത ജീവൻ അവാർഡ് നമ്മൾ നൽകി വരുന്നത്. കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി 10 കുട്ടികളാണ് ഈ വർഷം നമുക്ക് ഈ അവാർഡിനായി ഇവിടെ അപേക്ഷ തന്നിട്ടുള്ളത്. ആ 10 കുട്ടികളെയും നമ്മൾ പുരസ്കാരം നൽകി ഇവിടെ ആദരിക്കുകയാണ്. ആ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും പ്രത്യേകം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ചടങ്ങ് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നത് പാർവതി ചേച്ചിയാണ്. പവനൻ സാറിൻ്റെ പേരിലുള്ള ഒരു ചടങ്ങിൽ പാർവതി ചേച്ചിയെ പ്രത്യേകം പരിചയപ്പെടുന്നത് അഭംഗിയായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും പാർവതി ചേച്ചി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് സാന്നിധ്യം PK കിട്ടമാഷാണ്. കിട്ടമാഷ് അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാള കേന്ദ്രമായി പ്രവർത്തിക്കുന്ന K തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്. K തോമസ് മാസ്റ്റർ നമുക്കറിയാം ദീർഘകാലം കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. മാളയിലെ പൈതൃക സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട്
നമുക്കറിയാം പള്ളിയും സിനഗോഗും അതുപോലെ ജ്യോതിഷമശാനവുമെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന സമയത്ത് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അത് ഏറ്റെടുത്ത് നിലനിർത്തുന്നതിന് സഹായിച്ച ബഹുമാന്യ വ്യക്തിത്വമായിരുന്ന കെ തോമസ് മാഷോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട വ്യക്തിയാണ് പി കെ കിട്ടമാഷയും ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പവനസ്മാര പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ CP രാജേന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്താമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഭൗമശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കുശല രാജേന്ദ്രനും ശാസ്ത്രരംഗത്ത് തികച്ചും എടുത്തു പറയാവുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് കുശല രാജേന്ദ്രനും CP രാജേന്ദ്രനും. CP രാജേന്ദ്രൻ ഇവിടെയുണ്ട്. സത്യാന്തരവാദം ഉയർന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ അവാർഡ് അർഹതയുള്ള കുട്ടികളെ പരിചയപ്പെടുന്നത് സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശൂരനാട് ഗോപനാണ്. ഗോപനെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ നന്ദി പ്രകടിപ്പിച്ച് സംസാരിക്കുന്നത് എൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള സിന്ധുരാജ് സാമ്പറമ്പിലാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മതമില്ലാത്ത അവാർഡ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത് കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. ഈ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ധർമ്മരാജ് സാർ. അദ്ദേഹം രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പവനെ അനുസ്മരിച്ച് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് KN അനിൽകുമാറാണ്. ദീർഘകാലം കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കേരള ബാർ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടും കുറേ നാളുകൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. തികച്ചും യോഗ്യത പവന സാറിനെ അനുസ്മരിച്ച് സംസാരിക്കാൻ യോഗ്യനായ വ്യക്തിയാണ് അഡ്വക്കേറ്റ് KN അനിൽകുമാർ. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആരെങ്കിലും വിട്ടുവരുന്നത് ക്ഷമിക്കണം. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഗംഗനഴീക്കോട് അവർകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹപ്രവർത്തകരെ, കേരളീയ സമൂഹത്തിൽ ഉണർവ് നൽകിയ നൈതികവും ധാർമ്മികവുമായിട്ടുള്ള ഉണർവ് നൽകിയ മഹാരഥന്മാരിൽ പ്രധാനിയാണ് ശ്രീ പവനൻ. കേരളത്തിൽ പുതിയ ഭൂമിയും പുതിയ ആകാശവും രൂപപ്പെടുത്തുന്നതിൽ നിസ്തുലമായ പങ്കാണ് പവനൻ്റെത്. അദ്ദേഹം അറിവായ കാലം മുതൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പിന്നീട് യുക്തിവാദിയുമായിരുന്നു. വർഗസമരത്തിൻ്റെ കൊടി വാനോളം ഉയർത്തിപ്പിടിച്ച് അതോടൊപ്പം മാർക്സിസവും യുക്തിവാദവും തമ്മിൽ ശത്രുതാപരമല്ലാതെ വൈരുദ്ധ്യം മാത്രമേ ഉള്ളൂ, പരസ്പര സഹകാരികളാണെന്ന് കേരളത്തോടും കേരളത്തിലെ മാർക്സിസ്റ്റ് പണ്ഡിതന്മാരോടും അദ്ദേഹം എഴുത്തിലൂടെയും അതുപോലെ സെമിനാറിലൂടെയും ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. കേവല യുക്തിയിൽ നിന്ന് പാടെ വിഭിന്നമാണ് സാമൂഹിക യുക്തിബോധമെന്ന് സമൂഹത്തെ പഠിപ്പിച്ച ഒരു മഹാനായ അധ്യാപകൻ കൂടിയായിരുന്നു സഖാവ് പവനൻ. ഓർമ്മകളെ കൈവള ചാർത്തി നമ്മുടെ മുന്നിലേക്ക് പവനൻ്റെ ചിന്തകളും ആശയങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാൻ ഒരുപാട് മഹാരഥന്മാർ ഈ വേദിയിലുണ്ട്. ജ്വലിക്കുന്ന ചിന്തകൾ കൊണ്ട് കേരളീയ സമൂഹത്തിലെ ഗാഢമായി സ്വാധീനിച്ച പവനൻ കുട്ടിക്കാലത്തിന് ശേഷം അടിമുടി യുക്തിവാദിയുമായിരുന്നു. അദ്ദേഹത്തെ യുക്തിവാദത്തിലേക്ക് നയിച്ചതിൽ പ്രധാനി NJ കമ്മത്ത് എന്ന പേരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവാണ്.
നീലേശ്വരത്ത് നിന്ന് ചെറുവത്തൂരിലേക്കും ചെറുവത്തൂരിൽ നിന്ന് നീലേശ്വരത്തിലേക്കും ഒളിവിൽ നിൽക്കുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് കത്ത് കൊണ്ടു കൊടുക്കലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല ജോലി. അന്ന് കേവലം 12 വയസ്സുള്ളൊരു പയ്യനാണ്. അദ്ദേഹം മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു ദിവസം സഖാവ് എൻ ജെ കമ്മത്ത് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാതെ മകനെ കത്ത് കൊണ്ടുവരൂ, എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴാണ് കൂടുതൽ ആത്മവിശ്വാസം അദ്ദേഹത്തിന് കടന്നു വന്നത്. ഉയർന്ന ചിന്തയും ഉറച്ച നട്ടെല്ലും കരുത്തുറ്റ കൈകളും സ്വായത്തമാക്കിയ ഒരു മതനിരപേക്ഷ സമൂഹത്തെ കേരളത്തിൽ സംവിധാനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാതൃകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴ് കുഴിയാന നടത്തത്തിലേക്കാണ് ഉള്ളത്. എങ്കിലും കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും തമ്മിൽ ഒരു പാരസ്പര്യമുണ്ട്, ഒരു സ്നേഹബന്ധമുണ്ട്. എന്നും വിചാരിച്ച് കെട്ടിപ്പിടിച്ചുള്ള ബന്ധമൊന്നുമല്ല. ഓരോരാളും അവരവരുടെ കാര്യം നോക്കുന്നു, സഹകരിച്ച് പോകുന്നു. നമ്മുടെ വടക്കേ ഇന്ത്യയിലൊന്നും അങ്ങനെയുള്ളൊരു സ്ഥിതിയല്ല. ആ രീതിയിൽ കേരളീയ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയുടെ മുഖക്കുറിപ്പെഴുതിയ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടകൻ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പന് മുന്നേ തന്നെ യുക്തിവാദികളുണ്ടായിരുന്നു. ഞങ്ങളുടെ കണ്ണൂർക്കാരനായ പോത്തേരി കുഞ്ഞമ്പു 1891 സരസ്വതി വിജയം എന്ന് പേരായിട്ടുള്ള ദളിത് നോവൽ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹം മികച്ച ഒരു യുക്തിവാദ പ്രവർത്തകനായിരുന്നു. സമയം വളരെ വൈകിയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളീയ സമൂഹം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചിത്രകൂടത്തിലേക്ക് വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1980 ശേഷം കേരളീയ സമൂഹത്തിനൊരു പിന്നടത്തം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, തൊഴിലാളി വർഗ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവരൊക്കെ ആദ്യകാലത്ത് ജാതിക്കും ജാതി വിരുദ്ധതക്കും എതിരായിരുന്നു. 1970 വരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനം, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിരുന്നു. പിന്നീട് ഇടതുപക്ഷം അവരുടെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത് വലതുപക്ഷത്തിൻ്റെ ചിഹ്നങ്ങൾക്ക് വേണ്ടി, വോട്ടിന് വേണ്ടി പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പവനെ പോലുള്ള മഹാപ്രതിഭകളുടെ അറിവ് പ്രയോഗവും പ്രവർത്തനവുമാക്കി മാറ്റുന്നതിനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിനൊന്നും ഉണ്ടായിരുന്നു. 1977 ഗുരുവായൂർ അമ്പലനടയിലെ ശ്രീകോവിൽ സ്വർണം പൂശുന്നതിനെതിരെ 350ഓളം ആളുകളെയും കൂട്ടിയിട്ട് അദ്ദേഹം അവിടെ ഒരു സമരം നടത്തി. ആ സമരത്തിൽ ഞാനും വന്നൊരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ പങ്കെടുത്തിരുന്നു, തല്ലുകൊണ്ടിരുന്നു. കുറേ ആളുകൾ ഓടിയെങ്കിലും ജാഥാ ക്യാപ്റ്റനായിരുന്ന പവനൻ അവിടെ ഉടുമ്പിൻ്റെ നിശ്ചയദാർഢ്യത്തോടുകൂടി അവിടെ നിൽക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് സമരമുഖത്തും അമൃതാനന്ദമയെക്കുറിച്ചിട്ടും സായിബാബയെക്കുറിച്ചിട്ടും പുസ്തകവും ലേഖനവും എഴുതിയപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. 2000 രൂപ അദ്ദേഹം പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലെ അനുഭവങ്ങൾ സംഗീതത്തിലെ അവസാന ഭാഗത്ത് പറയുന്നത്, ഞാൻ നിരീശ്വരവാദിയായതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് യാതൊരു ദ്രോഹവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അവരൊക്കെ വളരുകയാണ്. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു. തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ അതാത് മേഖലയിൽ പ്രഗത്ഭരാണ്. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം നടത്തുന്ന CP രാജേന്ദ്രനെ പറ്റി രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു.
അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ മകൾ ശ്രീരേഖ അവരെഴുത്തുകാരിയാണ്. മറ്റൊരു CP സുരേന്ദ്രൻ കഥാകൃത്തും അതോടൊപ്പം തന്നെ ഇന്ത്യ അറിയുന്ന പത്രപ്രവർത്തകനാണ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ കാറ്റേറ്റ പാർവതി ചേച്ചി നല്ലൊരു എഴുത്തുകാരിയാണ്. അവരുടെ ആത്മകഥ ഒരു അനുഭവങ്ങളുടെ സംഗീതം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അധികം നീട്ടുന്നില്ല. സംസ്കാരം എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ജാതിക്കെതിരായിട്ടുള്ള സമരം നടത്തിയ ഏത് വ്യക്തിയെയും സവർണ മേധാവിത്വം പല രീതിയിലും ആക്രമിച്ചിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിലെ കർണാടകയിലെ ബസവണ്ണ, അദ്ദേഹം ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ ബ്രാഹ്മണ്യത്തെ അദ്ദേഹം എതിർത്തു. അദ്ദേഹം പൂണുനൂൽ പൊട്ടിച്ച് പുഴയിൽ എറിഞ്ഞു. അതിനുശേഷം കുടുംബ മുറിച്ചു, വേദങ്ങൾ കത്തിച്ചു, മുക്കുവരെയും അതേപോലെ തന്നെ തോട്ടിത്തൊഴിലാളികളെയും ചെരുപ്പ് കുത്തി തൊഴിലാളികളെയൊക്കെ തന്നെ അദ്ദേഹം സഹോദരന്മാരായി കണ്ടു. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. 8 നൂറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കർണാടക സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ തയ്യാറായ നമ്മുടെ മഹാനായിട്ടുള്ള കൽബുർഗിയെ അദ്ദേഹത്തിന് വെടിയേക്കേണ്ടി വന്നു. അപ്പോൾ ജാതിക്കെതിരായിട്ട് സമരം നടത്തുമ്പോൾ തീർച്ചയായിട്ടും സവർണ മേധാവികൾ പല രീതിയിലും അവരെ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ കാര്യം തന്നെയാണ് വേടൻ്റെ കാര്യത്തിലും പറയുന്നത്. വേടന് തന്തയില്ല എന്ന് വരെ പറയുന്ന കക്ഷികളുണ്ട്. ഈ പറയുന്ന കക്ഷികൾക്കൊക്കെ തന്നെ തന്ത എപ്പോഴാണ് വന്നത് എന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം PK ഗോപാലകൃഷ്ണൻ്റെയും ഇളംകുളം കുഞ്ഞമ്പള്ളിയുടെയും അവരുടെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രബോധം ഊട്ടിയുറപ്പിക്കലും അതോടൊപ്പം തന്നെ സാംസ്കാരിക പോരാട്ടവുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തനം. ആ സാംസ്കാരിക പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഒരു സാംസ്കാരിക പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരിക്കും. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരായി വെളിച്ചത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സാംസ്കാരിക ഐക്യമുന്നണിക്ക് മാത്രമേ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവിധ ആധിപത്യത്തിനെതിരായുള്ള സമരമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമെന്നുള്ള കാര്യം തീർച്ചയാണ്. ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പവനം ചെയ്ത സേവനങ്ങളെ നമ്മൾ എന്നും സ്മരിക്കുന്നു. അതുപോലെ തന്നെ ആരെതിർത്ത് കഴിഞ്ഞാലും യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും തന്നെ നിലക്കാൻ പോകുന്നില്ല. E.D. ഡേവിസ് വൈശാഖനെ പരിചയപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ സാഹിത്യത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ദാർശനികമായ കാഴ്ചപ്പാടിലേക്കും വളരെ അഗാധമായിട്ട് വെളിച്ചം വീശിക്കൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് തൻ്റെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത്. അതുപോലെ തന്നെ പ്രശസ്തി പത്രത്തിലൂടെയും അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. രാവിലെ ഈ വേദിയിൽ CP രാജേന്ദ്രൻ്റെ പുസ്തക പ്രകാശനം നടക്കുന്ന സമയത്തും കാവുമ്പായി മാഷ് വൈശാഖ മാഷിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. വൈശാഖ മാഷ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തും അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കുന്ന കാലത്തൊക്കെ മാഷിൻ്റെ ജീവിതത്തെ അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. മാഷിൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് അത്ര ശോഭനമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അതേക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ഒരു ധാരണയുണ്ടായിരിക്കും. അമ്മ ഒരു നേഴ്സായതുകൊണ്ട്, സർക്കാർ സ്റ്റാഫായതുകൊണ്ട് പലപ്പോഴും അമ്മയുടെ തന്നെ സ്വഭാവ സവിശേഷതയെ കൊണ്ട് പല സ്ഥലത്തും പോകേണ്ടി വന്നിട്ടുണ്ട്. സ്ഥലമാറ്റം, നിരന്തരമായ സ്ഥലമാറ്റം. 6-7 സ്കൂളിൽ വൈശാഖ മാഷ് പഠിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ വളരെ സംഘർഷാത്മകമായിട്ടുള്ള, വളരെ അനാകർഷകമായിട്ടുള്ള ഒരു ബാല്യകാല ജീവിതമായിരുന്നു വൈശാഖ മാഷിൻ്റേത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ
ആത്മകഥാപരമായിട്ടുള്ള ലേഖനത്തിൽ കൃത്യമായിട്ട് അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാനതിൻ്റെ ഒരു ഭാഗം വായിക്കുമ്പോഴാണ് ആ ബാല്യം എത്രമാത്രം അനാഥത്വമോ സങ്കടമോ വേദനയോ ഒക്കെ നിറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാവുക. എൻ്റെ ബാല്യകാലം അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. കുടുംബാന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അന്ന് അങ്ങനെയായത്. ആദ്യ ഭാര്യയിലെ 10 മക്കൾക്ക് വാത്സല്യം പങ്കുവെച്ചു കൊടുത്ത എൻ്റെ അച്ഛൻ്റെ 2ാം വിവാഹത്തിലെ ഏക പുത്രനായിരുന്നു ഞാൻ. അമ്മ ഉദ്യോഗസ്ഥയും മുൻശുണ്ടിക്കാരിയുമായിരുന്നു. എൻ്റെ അന്നത്തെ മാനസികാവസ്ഥയ്ക്ക് മാതാപിതാക്കളെ കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ച പരിതസ്ഥിതികളുടെ സമ്പൂർണമായൊരു പുനരാവിഷ്കരണം എനിക്ക് അസാധ്യമാണ് എന്നത് തന്നെ. വീട് എനിക്കൊരു അഭയമായിരുന്നില്ല. അച്ഛനും അമ്മയും ഒന്നിച്ച് വീട്ടിലുള്ള അവസരങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വ്യഥ അനുഭവിച്ചിട്ടുള്ളത്. വഴക്കും ബഹളവും സാധാരണയായി സംഭവിക്കാറുണ്ട്. ഒരു ഇരുണ്ട മുറിയിൽ പതിയിരുന്ന് ജനലിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കും. അല്പം ഉയരത്തിലുള്ള റോഡിൽ നിന്ന് പലരും എത്തി നോക്കുന്നതും ചിരിക്കുന്നതും കാണാം. അയൽപ്പക്കത്തെ ജനാലകളിൽ നിന്നും നീണ്ടുവരുന്ന നോട്ടങ്ങൾ എൻ്റെ മുറിയിൽ കൂടുതൽ ഇരുട്ട് നിറച്ചു. ഞാനിത് സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ എഴുത്തുകാർ എഴുതാറില്ല. വളരെ അപൂർവം എഴുത്തുകാർ ആ രീതിയിൽ എഴുതുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാനിത് ഒരു വ്യക്തി എങ്ങനെ വളർന്നു വരുന്നു. വൈശാഖ് മാഷ് 1964 റെയിൽവേ ഉദ്യോഗസ്ഥനായി പോകുന്ന ഒരു കാലം വരെ അദ്ദേഹം അനുഭവിച്ച ഒരു ആത്മസംഘർഷം വളരെ വലുത് തന്നെയാണ്. 64 മുതൽ അദ്ദേഹം ഏതാണ്ട് 20 വർഷം റെയിൽവേയിൽ ജോലി ചെയ്തു. പിന്നീട് VRS എടുത്തുകൊണ്ട് സ്വയം വിരമിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ കാലത്തൊക്കെ അദ്ദേഹം ഏതാണ്ട് ദക്ഷിണേന്ത്യയിലെ 3-4 സ്റ്റേറ്റുകളിൽ വളരെ അതും സ്റ്റേറ്റുകളിൽ തന്നെ പണിയെടുക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് വളരെ റിമോട്ടസ്റ്റ് ആയിട്ടുള്ള ഏരിയകളിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുകൊണ്ട് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. അങ്ങനെ ജോലി ചെയ്യുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ എഴുത്തിലേക്കൊന്നും വരാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കേരളത്തിൽ വന്ന് കുറേ കൂടി സജീവമാവുന്ന സാഹചര്യത്തിലാണ് വൈശാഖ് മാഷ് കഥകളിലേക്കൊക്കെ കൂടുതൽ കടന്നു വരുന്നത്. മാഷ്ടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അനാഥത്വം പേറിയൊരു ബാല്യത്തിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വഴിമാറ്റി വിട്ടത്, നേരത്തെ ഇവിടെ ജഡ്ജ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ച്. കെ ദാമോദരൻ്റെ മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകമാണ് വൈശാഖ് മാഷ്ടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു പുസ്തകം. അത് അന്നത്തെ ഒരു പിൽക്കാലത്ത് റെയിൽവേയിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിട്ടുള്ള അതിൻ്റെ നേതാവായിട്ടുള്ള KP കുര്യാക്കോസ് അല്ലേ മാഷേ, കുര്യാക്കോസ് നൽകിയ ഒരു പുസ്തകമാണത്. ഒരു ഗ്രാമീണ വായനശാല ഒരാളുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വൈശാഖ് മാഷ്. ഒരുപക്ഷെ കെ ദാമോദരൻ്റെ മനുഷ്യനെ തൊട്ടതുകൊണ്ടായിരിക്കാം വൈശാഖ് മാഷ്ടെ ജീവിതം പിന്നീട് വൈശാഖ് മാഷ്ടെ പ്രഭാഷണങ്ങളും വൈശാഖ് മാഷ്ടെ ജീവിതം മൊത്തത്തിൽ വളരെ ഒരു സെക്കുലറിസ്റ്റിൻ്റേതായ ഒരു ശാസ്ത്രാബോധമുള്ള എഴുത്തുകാരൻ്റേതായ ജീവിതമായിട്ട് മാറിയത്. വൈശാഖ് മാഷ് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുമ്പോഴും അദ്ദേഹം ഭൗതിക ശാസ്ത്രമാണ് പഠിച്ചത്. ഒരുപക്ഷെ വൈശാഖ് മാഷ് എന്തുകൊണ്ട് ഒരുപാട് എഴുതിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ഉത്തരം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ കാര്യകാരണ ബോധത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലുള്ള കഥകൾ അതേ രീതിയിൽ ആവിഷ്കരിക്കാൻ കഴിയില്ല. കുറേ കൂടി വളരെ യുക്തിബോധത്തോടു കൂടിയിട്ട് ശാസ്ത്ര ചിന്തയോട് കൂടിയിട്ട് മാത്രമേ ഓരോ വിഷയത്തെ അദ്ദേഹത്തിന് നോക്കിക്കാണാൻ കഴിയുള്ളൂ. ഞാൻ പലപ്പോഴും അക്കാദമിയിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യം, വൈശാഖ് മാഷ് എഴുതുന്നതിലധികം മനുഷ്യരെ ഒരർത്ഥത്തിൽ മാനസികമായിട്ട് ചികിത്സിക്കുന്നതിലാണ്. എത്രയോ തരം മനുഷ്യരുടെ എന്താ പറയുക അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാഷ് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാഷ്ക്ക് അത്തരം കാര്യങ്ങളാണ് ഓരോ സുഹൃത്തുക്കളുടെയും അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ അവരുടെ സങ്കടങ്ങൾ, പലതരത്തിലുള്ള സങ്കടങ്ങൾ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെയൊക്കെ സങ്കടങ്ങൾ വൈശാഖ് മാഷ് ഇരുന്ന് കേൾക്കുന്നത്. ഒരുപക്ഷെ വൈശാഖ് മാഷ് ഒരു വലിയ മനുഷ്യനാക്കി തീർത്തത് എഴുത്തിനേക്കാളും ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു ദാർശനികമായ ഇതൊക്കെ മാഷ്ടെ ഇതിൽ കാണാൻ കഴിയും. അത്തരത്തിലുള്ളൊരു മനുഷ്യനാക്കി മാഷെ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലെ ചില സവിശേഷതകളാണ്. അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോഴും ഏത് മനുഷ്യർക്ക് കടന്നു വരാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വൈശാഖ് മാഷ്ടെ പ്രഭാഷണങ്ങൾ എടുത്തു നോക്കാം. വൈശാഖ് മാഷ്ടെ പ്രഭാഷണങ്ങൾ സാധാരണ വൈശാഖ് മാഷ് പ്രസംഗിച്ച് ആരും കൊല്ലാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. എന്നാൽ വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് മാഷ് പറയുന്നൊരു കാര്യത്തിൽ
ഏതെങ്കിലും ഒരു പുതിയ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നം വളരെ ആഴത്തിൽ അപഗ്രഥിക്കും. നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകളുടെ അവരൊക്കെ തന്നെ എല്ലാവരും വലിയ ശാസ്ത്രകാരനെന്ന് വിശേഷിപ്പിക്കുമ്പോൾ വൈശാഖ് മാഷ് കൃത്യമായിട്ട് പറയും അദ്ദേഹം ഒരു സാങ്കേതിക ടെക്നീഷ്യനാണ്, സാങ്കേതിക വിദഗ്ധൻ മാത്രമാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ശാസ്ത്രബോധം എന്ന് പറയുന്ന സാധനമില്ല. രാവിലെ ഇവിടെ സംസാരിക്കുമ്പോൾ ഡോക്ടർ രാധാകൃഷ്ണനൊക്കെ ISROൻ്റെ ചെയർമാനായത് എങ്ങനെയാണെന്നും ഗുരുവായൂരപ്പനാണോ ഉത്തരവ് കൊടുത്തത് എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ അയുക്തികമായ കാര്യങ്ങളെ ഡോക്ടർ CP രാജേന്ദ്രൻ്റെ പുസ്തകത്തിൽ ഒക്കെ വിശകലനം ചെയ്തതിനെക്കുറിച്ചു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിരന്തരമായിട്ട് ഈ അക്കാദമിയുടെ ഈ നിൽക്കുന്ന അധ്യക്ഷവേദിയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടത്തെ നോക്കി വൈശാഖ് മാഷ് ഏത് തരത്തിലുള്ള യോഗ ആയിക്കോട്ടെ, പക്ഷേ വൈശാഖ് മാഷ് തൻ്റെ നിലപാട് കൃത്യമായി പറഞ്ഞിരിക്കും. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ഇത്തരത്തിൽ ഒരു ശാസ്ത്രാവബോധത്തോട് കൂടിയിട്ട് ഒരു വൈജ്ഞാനികമായ ഒരു മനുഷ്യൻ്റെ ഒരു ഔന്നത്യത്തെ വെളിപ്പെടുത്തുന്ന സയൻസ് ഫിക്ഷനുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലേക്കൊക്കെ തന്നെ ഒരു ഉൾക്കാഴ്ച നൽകുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് വൈശാഖ് മാഷുടേത്. ആ രീതിയിൽ എഴുത്തിൻ്റെ മേഖലയിൽ ഒപ്പം തന്നെ അദ്ദേഹം സാംസ്കാരിക രംഗത്ത് ഇത്തരത്തിലുള്ള നിരവധി, അതുപോലെ തന്നെ കേരളത്തിലെ ജനാധിപത്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പുരോഗമനപര പ്രസ്ഥാനങ്ങളുടെ ഒപ്പം കൈകോർത്തുകൊണ്ട് ഒക്കെ അദ്ദേഹം നിരന്തരമായിട്ട് കഴിഞ്ഞ ദിവസം നിലമ്പൂർ തിരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് വൈശാഖൻ ആരാണ് ഈ കേരളത്തിലെ എഴുത്തുകാരുടെ മുഴുവൻ കുത്തക ഏറ്റെടുക്കാൻ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം കേരളത്തിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ തുഞ്ചൻ സ്മാരകത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം MT വാസുദേവൻ നായരുമായിട്ട് ഉള്ള ദീർഘകാലത്തെ ബന്ധം, ആ ബന്ധത്തിൻ്റെയൊക്കെ സവിശേഷതകളൊക്കെ തന്നെ ഒരിക്കൽ പകർത്തി എഴുതാനുള്ളൊരു അവസരവും മാഷ് പറയുമ്പോൾ എനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. മാഷിൻ്റെ കഥകളിലേക്ക് കടക്കുമ്പോൾ സൈലൻസർ എന്ന് പറയുന്ന അടുത്ത കാലത്ത് സിനിമയൊക്കെ ആയി തീർന്നൊരു കഥയാണ്. ആ കഥ വായിക്കുമ്പോൾ നമുക്ക് വൈശാഖ് മാഷിൻ്റെ കഥകളുടെ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ആഴക്കാഴ്ചയൊക്കെ മനസ്സിലാവും. ഈനാശു എന്ന് പറയുന്ന തൃശ്ശൂർ നഗരത്തിലെ ഒരു മാനവികമായ മൂല്യങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ 10-75 വയസ്സ് കഴിയുമ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ അന്യനാക്കപ്പെടുന്നതിൻ്റെ, ഒറ്റപ്പെടുന്നതിൻ്റെ, പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ, അപ്പോൾ സമൂഹം പള്ളിയിലെ പുരോഹിതനും അതുപോലെ തന്നെ സണ്ണിയുടെ ബാറ് മുതലാളിയായിട്ടുള്ള സണ്ണിയുടെ സ്വഭാവമാണ് പള്ളിയിലെ പുരോഹിതനും അല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്ക് അടക്കം എന്നുള്ള ആ ഒരു കഥ. ആ കഥ ഒരുപാട് തലത്തിലേക്ക് പള്ളിയെ സംബന്ധിച്ച് പള്ളിക്ക് എന്ത് തരത്തിലുള്ള നീചമായിട്ടുള്ള കച്ചവടം നടത്തി കഴിഞ്ഞാലും പള്ളിക്ക് കിട്ടേണ്ട ദശാംശം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാള കഥയിൽ ഈ ദശാംശത്തിൻ്റെ ഏറ്റവും വലിയൊരു വൈകൃതം അത് ബോധ്യപ്പെടുത്തിയ ഒരാൾ വൈശാഖ് മാഷാണ്. ദശാംശം കിട്ടിക്കഴിഞ്ഞാൽ പള്ളിക്ക് പിന്നെ യാതൊന്നുമില്ല, എല്ലാ പാപവും പുറത്ത് കൊള്ളും. അങ്ങനെ സ്വന്തം അച്ഛനെ പീഡിപ്പിക്കുന്ന ആ സണ്ണിയെ എല്ലാ തരത്തിലും ഉൾക്കൊള്ളുന്ന ഒരു സഭയുടെ ചിത്രം, ഒരു പുരോഹിതൻ്റെ ചിത്രം നമ്മുടെ സമകാലിക സമൂഹത്തിലെ മറ്റ് നാനാതരത്തിലുള്ള ജീർണതയുടെ ചിത്രം വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വൈശാഖ് മാഷ് എഴുതിയ പുസ്തകങ്ങളൊക്കെ തന്നെ ഈ പ്രശസ്തി പത്രം വായിക്കുമ്പോൾ അതിൽ എണ്ണി പറയുകയുണ്ടായി. ഞാനിനി അതിലേക്കൊന്നും കിടക്കുന്നില്ല. വൈശാഖ് മാഷ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുണ്ട്. 1981 അദ്ദേഹത്തിൻ്റെ നൂൽപ്പാലം കടക്കുന്നവർ എന്ന പുസ്തകത്തിന് അക്കാദമിയുടെ കഥാസമാഹാരത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വേറെ ഒട്ടേറെ MC ജോസഫിൻ്റെ പേരിലൊക്കെ ഉള്ളൊരു പുരസ്കാരം ജവഹർ ബാലഭവനിൽ വെച്ച് മാഷ് ഏറ്റുവാങ്ങിയതൊക്കെ ആയിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അങ്ങനെ നാനാതരത്തിൽ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരു ജീർണതയ്ക്കെതിരെ നിരന്തരമായിട്ട് സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോടെ കഥയെക്കുറിച്ച് മാഷ്ക്ക് ഏറ്റവും അധികം പലപ്പോഴും സന്തോഷം നൽകിയാണല്ലോ കുട്ടികളോട് സംസാരിക്കില്ല. കുട്ടികളോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് പുതിയ തലമുറയെ മതമില്ലാത്ത ജീവന്മാരാക്കി മാറ്റുന്ന ഒരു പണിയിൽ നിരന്തരം ഏർപ്പെട്ടിട്ടുള്ള വൈശാഖ് മാഷെ ഇങ്ങനെ ഇവിടെ പരിചയപ്പെടുത്താൻ ഒരവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. വൈശാഖ് മാഷ് ഈ അവാർഡിന് തിരഞ്ഞെടുത്ത ജഡ്ജിങ് കമ്മിറ്റിയോടും യുക്തിവാദി സംഘത്തോട് എനിക്കുള്ള കടപ്പാടും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ശ്രീ അശോകൻ ചെരുവിലിനെ സാദരം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന യുക്തിവാദി സംഘം പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട്, ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് VG അരുൺ, പ്രിയപ്പെട്ട വൈശാഖ് മാഷ്, KP രാജേന്ദ്രൻ, പാർവതി ചേച്ചി തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈകി
വന്നതിൽ ക്ഷമാവണം. കൂടുതൽ വൈകി വന്നതുകൊണ്ട് തന്നെ അധികമായി സംസാരിക്കുന്നില്ല. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പവനൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം, സെക്കുലർ പുരസ്കാരം പ്രിയപ്പെട്ട വൈശാഖ മാഷ്ക്ക് നൽകുന്നു. ഒരു സെക്കുലർ പുരസ്കാരം ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരന്, പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാൾക്ക് നൽകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അർഹനായിട്ടുള്ള ഒരാൾ വൈശാഖ മാഷാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനം, അതെല്ലാം തന്നെ അത് വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വൈശാഖ മാഷെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ നേരത്തെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ടുപേരും നമ്മളിന്ന് ഇപ്പോൾ ജന്മശതാബ്ദി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന പൗനൻ സാറും വൈശാഖ മാഷും, അവർക്ക് കേരളീയ ജീവിതത്തിലുള്ള പ്രാധാന്യവും പ്രസക്തിയൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ നിർണായകമായ സ്വാധീനങ്ങൾ ചെലുത്തുകയും ജീവിതത്തിൻ്റെ സമീപനവും സാമൂഹ്യ വീക്ഷണവും ഒക്കെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അത് പൗനൻ സാറുമായിട്ടുള്ള ബന്ധം വളരെ വളരെ മുൻപാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തു നിന്ന് പിന്മാറിയ, അല്ലെങ്കിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയ കാലത്തോടു കൂടി അത് അവസാനിക്കുകയും, അല്ലെങ്കിൽ അതിൻ്റെ ആ ബന്ധം സ്വാഭാവികമായിട്ടും അവസാനിക്കുകയും, പക്ഷേ വൈശാഖ മാഷുമായിട്ടുള്ളത് പിന്നീട് സുദീർഘമായി തുടരുകയും ചെയ്തതിൻ്റെ ഭാഗമായി കുറേ കൂടി അടുത്ത് ബന്ധപ്പെടാനും കുറേ കൂടി കാര്യങ്ങൾ പഠിക്കാനും അറിയാനും അനുഭവിക്കാനും ഒന്നിച്ച് സഞ്ചരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഒരേ മട്ടിലാണ് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. പൗനൻ സാറിന് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ യുക്തിവാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിതം തുടങ്ങിയ ഒരാളാണ് ഞാൻ. കുട്ടിക്കാലം മുതലേ തന്നെ അന്ന് ഞങ്ങൾ ഇരിങ്ങാലക്കുട പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർ യുക്തിവാദി MC ജോസഫിൻ്റെ പല വഴിക്കുള്ള സ്വാധീനം ആ പ്രദേശങ്ങളിൽ മുഴുവൻ വളരെ ശക്തമായി ഉണ്ടാവുമായിരുന്നു. ഞങ്ങളുടെ കാരണവന്മാർ, മുതിർന്ന ഒരു തലമുറയ്ക്ക് മുമ്പുള്ള കാരണവന്മാർ മുതൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ്. പ്രധാനമായിട്ടും ഈ കാരണവന്മാർക്ക് കേസ് നടത്തുന്നതിൽ വലിയ താല്പര്യമായതുകൊണ്ട് വക്കീൽ എന്നുള്ള നിലയ്ക്കുള്ള ബന്ധവും അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഈ ആശയങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെയൊക്കെ കുടുംബാന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ആ വഴിക്ക് യുക്തിവാദി മാസികയും സ്ഥിരമായി വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് യുക്തിവാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെയൊക്കെ ഒരു പൊതുജീവിതം, സാമൂഹ്യ ജീവിതം, ആശയപരമായ ഒരു ആലോചനകളൊക്കെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ വഴിത്തിരിവുകളിലും അതിലുണ്ടാവുന്ന മാറ്റങ്ങളിലുമൊക്കെ തന്നെ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിരുന്നു. പൗനൻ സാർ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ കൂടി കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയ ഒരു സമയമാണ്. വലിയ മാറ്റമാണ് അദ്ദേഹം സാംസ്കാരിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഉണ്ടാക്കിയ ചലനങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിശക്തമായി പ്രതികരിക്കാൻ, ഏറ്റവും പെട്ടെന്ന് പ്രതികരിക്കാൻ, അത് മനുഷ്യൻ്റെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ വളരെ നല്ലൊരു ഭാഷയിൽ തന്നെ പ്രതികരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ടം തന്നെ നേരിട്ട് കാണുന്നത് MC ജോസഫിൻ്റെ ഒരു പിറന്നാളാഘോഷം, അത് എത്രാമത്തെയാണെന്ന് അറിഞ്ഞൂടാ, 80 എനിക്ക് തോന്നുന്നത്. ഇരിഞ്ഞാലക്കുട ഇപ്പോൾ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള, ഇപ്പോൾ അവിടെ ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലുള്ള സ്ഥലത്ത് അന്ന് കേശവമേതരുടെ അവിടെ ഒരു പ്രസ്സും അതുപോലെ തന്നെ വിവോദയം മാസികയൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ വലിയ തരത്തിൽ ആഘോഷിക്കുകയുണ്ടായി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോനും മറ്റുള്ളവരൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ചിട്ട് അദ്ദേഹം മറ്റൊരു പണ്ഡിതനായിട്ടുള്ള ഫാദർ അടപ്പൂരുമായി നടത്തിയ ഒരു ആശയ സംഘടനമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഭയങ്കര വഴക്കായി രണ്ടുപേരും തമ്മിൽ. അടപ്പൂർ ഇറങ്ങിപ്പോയി ആ സദസ്സിൽ നിന്ന്. അടപ്പൂരും
വളരെ പണ്ഡിതനും നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരു വിശ്വാസിയും ഒരു ക്രിസ്തു മത പ്രചാരകനുമാണ്. പക്ഷേ അദ്ദേഹമാണ് ആദ്യം പ്രഭാഷണം നടത്തിയത്. അദ്ദേഹം പ്രഭാഷണം നടത്തിയ സന്ദർഭത്തിൽ MC ജോസഫിൻ്റെ യുക്തിവാദി ചിന്തയെ സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്തുമത പുരോഹിതൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സ്വാഭാവികമായിട്ടും വിമർശിക്കുകയുണ്ടായി. ആ വിമർശനത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് പവനൻ സാർ അതിഭയങ്കരമായ ഒരു ആക്രമണം നടത്തി. അന്നാണ് ഞാൻ അദ്ദേഹത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നത്. അതിനുശേഷം യുക്തിവാദി പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വലിയ മാറ്റത്തിന്, അതിനൊരു സംവാദവേദിയാക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കേവലമായ ഒരു നിരീശ്വരവാദത്തിൽ നിന്നപ്പുറത്ത് സമൂഹത്തിൽ ഇടപെടേണ്ട ഒരു പ്രസ്ഥാനമെന്നുള്ള നിലയ്ക്ക് അതിനെ മാറ്റുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടൊരു കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചെറുപ്പകാലം മുതലേ തന്നെ ഉൾക്കൊണ്ട മാർസിയൻ വീക്ഷണവും വൈരുദ്ധ്യാത്മക ഭൗതികവാദവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവുമൊക്കെ ആയിരിക്കണം. ആ കാലഘട്ടത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മുന്നോട്ട് വെച്ച യുവാക്കളും ആ കാലഘട്ടത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൽ നേതൃത്വത്തിലുണ്ടായിരുന്നവരും തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഞങ്ങളൊക്കെ യുവാവായിരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായൊരു സംഘടന തന്നെ തൃശ്ശൂരിൽ രൂപീകരിക്കപ്പെട്ടു, റാഷണലിസ്റ്റ് യൂത്ത് ഫോറം, RYF എന്ന പേരിൽ. അതിൻ്റെ ഒരു ക്യാമ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പൊതു പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നത്. ജോൺസൺ അയനൂർ, സണ്ണി, നാസ്തികൻ ഇറക്കിയിരുന്ന സണ്ണി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വൈരുദ്ധ്യത്തിൻ്റെ ഇടയിൽ, ഒരു സംഘർഷത്തിൻ്റെ ഇടയിൽ, ആശയപരമായ ഒരു മത്സരത്തിൻ്റെ ഇടയിൽ ആ കാലഘട്ടത്തിന് ശേഷമാണ് പവനൻ സാർ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. വലിയൊരു മാറ്റം കേവല യുക്തിവാദം എന്നുള്ളതിൽ നിന്ന് വിട്ട്, കേവല നിരീശ്വരവാദം എന്നുള്ളതിൽ നിന്ന് വിട്ട് ഒരു സംഘടനയെ സമഗ്രമായി അത് സമൂഹത്തിൻ്റെ അവസ്ഥകൾ, നിലനിൽക്കുന്ന വ്യവസ്ഥകൾ, നിലനിൽക്കുന്ന സാംസ്കാരിക സമീപനം, അത് ഉൾക്കൊള്ളുന്ന ജനതയുടെ മാനസിക തലങ്ങൾ ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഏത് രീതിയിൽ ഇടപെടണം. നമുക്ക് കുറേ ധാരണകളുണ്ട്, നമുക്ക് കുറേ വിശ്വാസങ്ങളുണ്ട്, നമുക്ക് കുറേ അഭിപ്രായങ്ങളുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അത് അങ്ങോട്ട് പ്രയോഗിക്കുക, കണ്ണടച്ച് പ്രയോഗിക്കുക എന്നുള്ളതിൽ നിന്ന് വിട്ട് നാം ഏത് സമൂഹത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് സമൂഹത്തിലാണ് ഇടപെടുന്നത് എന്നുള്ളത് ആ സമൂഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനാവശ്യമായ തരത്തിലുള്ള ആശയപരമായ ഇടപെടൽ നടത്താൻ ഒരുപക്ഷെ യുക്തിവാദി പ്രസ്ഥാനം ആദ്യമായി മുന്നോട്ട് ഇറങ്ങിയത് പവനൻ സാറിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രവർത്തനം യുക്തിവാദി പ്രസ്ഥാനം മുന്നോട്ട് ആ ഒരു പാരമ്പര്യം യുക്തിവാദി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. കാരണം സമൂഹത്തിൽ അടിക്കടി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ നിരീശ്വരവാദികൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ യുക്തിവാദികൾ എന്ന് പറയും. യുക്തിവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പുരോഗമനവാദികളും ജനാധിപത്യവാദികളും മതേതരവാദികളും മനുഷ്യ നന്മയിലുള്ളവരൊക്കെയാണെന്നുള്ള ഒരു ധാരണയാണ് പൊതുവായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്നങ്ങനെയൊന്നുമല്ല. ഇന്ന് യുക്തിവാദികൾ ഓൾറെഡി ഇതൊക്കെയുള്ള ആൾക്കാരാണ്, പുരോഗമനവാദികളാണ്, ശാസ്ത്ര ചിന്തയുള്ള ആൾക്കാരാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും പുരോഗമനവാദികളാണ്, അവരെല്ലാവരും സാമൂഹ്യ നന്മയിൽ ഊന്നി പ്രവർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. വലിയൊരു പ്രതിലോമ ശക്തി, നിരീശ്വരവാദികൾ പ്രതിലോമ ശക്തികളുടെ പുരോഗമന വിരുദ്ധ, സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെ ഭാഗത്ത് നിരീശ്വരവാദികൾ ധാരാളമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സംഘപരിവാറിൽ തന്നെ യുക്തിവാദി സംഘം ഉണ്ടെന്നാണ്, ഒരു യുക്തിവാദി സംഘം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൂടാതെ ഇപ്പോൾ അടുത്തിടെ ഞാൻ നമ്മുടെ SDPIയുടെ ഭാഗമായിട്ട്, അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീ സദാചാര ഭീകരതയുടെ ഇരയായിട്ട് ഒരു സ്ത്രീ അവിടെ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എഴുതി. അപ്പോൾ PK ശ്രീമതി ടീച്ചർ അവിടെ നടക്കുന്ന പ്രവർത്തനം താലിബാനിസമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ഇതുപോലുള്ള സ്ത്രീ പീഡനങ്ങളും അതിൻ്റെ ഭാഗമായി സ്ത്രീകൾ ആത്മഹത്യയും ചെയ്യുന്നുണ്ട്, പല മതങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്. പക്ഷേ അവിടെയൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു മതപരമായ പ്രത്യേകതയാണ് അതിനുള്ളതെന്ന് പറയുന്നില്ല. ഇവിടെ ഈ താലിബാനിസം എന്ന് പറഞ്ഞതിലൂടെ
ഇസ്ലാമിൻ്റെ പ്രശ്നമാണ് അവിടെ എന്നുള്ളത് വരുത്തി തീർക്കാനാണ് ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ ശ്രമിക്കുന്നത് എന്നൊരു വ്യാഖ്യാനം കൊണ്ടുവരികയുണ്ടായി. വാസ്തവത്തിൽ അത് എഴുതിയ സുഹൃത്തിന് വലിയൊരു തെറ്റിദ്ധാരണ സംഭവിക്കുകയാണ്. അദ്ദേഹം കരുതിയിരിക്കുന്നത് ഇസ്ലാമും അല്ലെങ്കിൽ താലിബാനും എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്നാണ്. ഇതൊരു വലിയ അബദ്ധമാണ്. താലിബാന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല. വാസ്തവത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലുത് ഇസ്ലാം വിരുദ്ധ സംഘടനയാണ്. അത് നമ്മുടെ RSSനെ പോലെയാണ്. RSS ഹിന്ദുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോലെ ഒരു അബദ്ധം വേറെയില്ല. ഹിന്ദു വിരുദ്ധതയുടെ ഏറ്റവും വലിയൊരു ശക്തിയാണത് RSS. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ വളരെ തന്ത്രപരമായി സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയും സാമ്രാജ്യത്വത്തിൻ്റെയും അതിൻ്റെ ഭാഗമായ മുതലാളിത്ത മൂലധന നീക്കത്തെയും ഒക്കെ തന്നെ സുഗമമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അവർ ദൈവവിശ്വാസത്തെയും മതവിശ്വാസത്തെയും അവരുടെ ഒരു മുഖാവരണമായിട്ട് ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന വർഗീയ ഭീകരവാദികൾക്ക് അത് ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും ഒരു വിശ്വാസവുമില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ സംഭവം. നമ്മൾ ഓരോ വർഗീയ ഭീകരവാദിയുടെയും ജീവചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അവരൊന്നും വിശ്വാസികളല്ല. അപ്പോൾ വിശ്വാസികളല്ലാത്ത സാമൂഹ്യ വിരുദ്ധ ശക്തികൾ സമൂഹത്തിലുള്ളതുകൊണ്ട് ഭൗതികവാദികളുടെയും അതുപോലെ തന്നെ പുരോഗമനവാദികളുടെയും ജനാധിപത്യവാദികളുടെയും മതേതരവാദികളുടെയും ഒക്കെ ഒരു പ്രവർത്തനം വളരെയേറെ ഒരു ഗൃഹപാഠം അല്ലെങ്കിൽ വലിയ ആലോചനകൾക്കൊക്കെ പര്യാപ്തമാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വീക്ഷണവും സംവാദാത്മകതയും യുക്തിവാദി പ്രസ്ഥാനത്തിൽ കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അതിനെ പ്രധാനമായിട്ടും കേരളത്തിലെ തന്നെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് സംവാദത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പവൻ സാർ. സാഹിത്യ അക്കാദമിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക ജീവിതത്തിലും പത്രപ്രവർത്തനത്തിലുമൊക്കെ തന്നെ അദ്ദേഹം വഹിച്ച പങ്കിൻ്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായി അറിയാവുന്നതും ഇവിടെ നേരത്തെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്തരം ഒരു മഹാനായ വ്യക്തിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം വൈശാഖ മാഷക്ക് ലഭിക്കുമ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അർഹനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കാരണം ഇത്രമാത്രം ശാസ്ത്രചിന്തയും യുക്തിബോധവും പുലർത്തിക്കൊണ്ട് ഈ കഥ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് കഥ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഥ മനുഷ്യാനുഭവങ്ങളുടെ ഒരു പ്രത്യേക തലത്തിൽ നിന്ന് ആവിഷ്കരിക്കുന്നതാണ്. സാധാരണ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ വെച്ച് കഥ എഴുതുമ്പോൾ വാസ്തവത്തിൽ കഥ വളരെ യാന്ത്രികമായി പോവുകയാണ് അവർ പതിവ്. പക്ഷേ മാഷയുടെ വീക്ഷണത്തിൽ അന്തർലീനമായതുകൊണ്ട് അത് വേറെ ഒരു കേവലമായ അറിവിൻ്റെ ഭാഗമായിട്ടല്ല മാഷ് തൻ്റെ കഥകളിൽ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് മാഷയുടെ വ്യക്തിത്വത്തിലും മാനസികമായും ഒക്കെ തന്നെ അലിഞ്ഞു ചേർന്ന ഒരു സംഗതി ആയതുകൊണ്ട് അത് അനുഭവ രൂപത്തിലേക്ക് കഥയിലേക്ക് വരുമ്പോൾ അതിൽ നമുക്ക് യാതൊരു തരത്തിലും കലാപരമായ ഒരു എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഏതൊരു നല്ല കഥ, ഉത്കൃഷ്ടമായ കഥ വായിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. മാത്രമല്ല ആ കഥ വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമൂഹത്തെക്കുറിച്ച് യാഥാർത്ഥ്യമുള്ളവനായി തീരുകയും ചെയ്യുന്നു. വൈശാഖ മാഷെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മറ്റൊരാൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചന്ദ്രബാബുവാണ്. അദ്ദേഹത്തിന് ഇവിടെ ആദരവ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് കല്ലേറ്റുങ്കരയിലെ നീപ്മാർ ആ സ്ഥാപനം സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ആരോഗ്യ രംഗത്ത്, സാമൂഹ്യ നീതി രംഗത്ത്, പ്രത്യേകിച്ചും ശാരീരികമായ വൈകല്യങ്ങൾ ജന്മനാലാകട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടോ പരിക്കുകളുടെ ഭാഗമായിട്ടോ ഒക്കെ ഉണ്ടാകുന്നവരാകട്ടെ, സർക്കാരിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനം. ഞങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പരിമിതികളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ പരിമിതികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾ കേരളത്തിലെ ഗസറ്റഡ് ജീവനക്കാരുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന കാലഘട്ടത്തിലാണ് അദ്ദേഹവുമായി സ്നേഹബന്ധം ഉണ്ടാകുന്നത്. അദ്ദേഹം നിപ്മറിലേക്കും ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കും പോയെങ്കിൽ പോലും ആ ഒരു സ്നേഹവും സൗഹൃദവും തുടരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ
സ്ഥാപനം ഒരിക്കൽ സന്ദർശിച്ചു. എനിക്ക് ആ സ്ഥാപനം സന്ദർശിച്ച് പുറത്തു വന്നപ്പോൾ എനിക്ക് വലിയ അഭിമാനവും മനുഷ്യത്വത്തിൻ്റെ കുറിച്ചുള്ള ഒരു വലിയ വിശ്വാസവും ഉണ്ടായി എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കട്ടെ. അദ്ദേഹത്തെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കൂടുതൽ സംസാരിച്ച് തെറിയിപ്പിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആദരണീയരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സി ചന്ദ്രബാബുവിന് ആദരവാണ്. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് നിപ്മർ. 3 സ്പെഷ്യൽ സ്കൂളുകൾ, ആരോഗ്യ സർവകലാശാലകൾ, അഫിലിയേറ്റ് ചെയ്ത 2 പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ, റീഹാബിലിറ്റേഷൻ, ഇന്ത്യയുടെ അംഗീകാരം 3 ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ എന്നിവ നിപ്മറിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി എന്നീ ചികിത്സകൾ, പക്ഷാഘാതം, അപകടം എന്നിവയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി 11 കിടക്കയുള്ള റീഹാബ് ആശുപത്രിയും ഭിന്നശേഷി കുട്ടികൾക്കുള്ള തൊഴിൽ പരിശീലനം എന്നിവയും നിപ്മറിൽ നടന്നു വരുന്നു. പുനരധിവാസ ചികിത്സാ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് 2024 ടാസ്ക് ഫോഴ്സ് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം ഇന്ന് നമ്മളിവിടെ ആദരിക്കപ്പെട്ട സി ചന്ദ്രബാബു അവതരണം അവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതിന് ശേഷമാണ് എന്നുള്ളത് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നത്. കേരള യുക്തിവായ സഖ്യത്തിൻ്റെ സംസ്ഥാന സമിതി അംഗവും കൂടിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ശ്രീ PK കിട്ടൻ ചുരുക്കം വാക്കുകൾ നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹം സെക്രട്ടറി KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പവനൻ സാറിൻ്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ തന്നെ വൈശാഖം മാഷും പാർവതി പവനൻ ഉൾപ്പെടെയുള്ള ശോകഞ്ചേരുവിൽ ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തികളുടെ, പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമുള്ള ഈ വേദിയിൽ ഒരു യുക്തിവാദിയായി അവസാനം വരെ ജീവിച്ച KA തോമസ് മാസ്റ്റർ എന്ന മാളയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും സാമൂഹ്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തനമൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ പ്രകടിപ്പിക്കുകയാണ്. പവനൻ സാറുമായും വ്യക്തിപരമായി 2-3 വട്ടം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനും സംസാരിക്കാനുമുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്ന് 1983 സമയത്ത് കുഴിക്കാട്ടുശ്ശേരിയിൽ ആരംഭിച്ച, ഉദ്ഘാടനം ചെയ്ത, വൈലോപ്പിള്ളി മാഷും കുഞ്ഞുണ്ണി മാഷൊക്കെ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ശ്രീ അച്യുതമേനോൻ തറക്കല്ലിട്ട കുഴിക്കാട്ടുശ്ശേരി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പ്രഭാഷകനായി പവനൻ സാറിനെ ക്ഷണിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഓർമ്മയുണ്ട്. അദ്ദേഹം അവിടെ വന്നതും സംസാരിച്ചതും. പിന്നീട് 87 പോയത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ പവനൻ സാറിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വലിയ ആദരവും ഒക്കെ തന്നെ ഉണ്ടാകുന്നതിന് ഇടയായ ഒരു സന്ദർശനമായിരുന്നു അത് പലർക്കും വിഷമമുണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ. ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും കലാകാരന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച കുഴിക്കാട്ടുശ്ശേരി ആ ഗ്രാമീണ വായനശാലയിൽ അക്കാലത്തൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടായി. അതിന് ഫലമായിട്ട് ആ വായനശാല ഉണ്ടാക്കിയെടുത്ത, അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിനെ സജീവമാക്കിയ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് പുറത്താക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗ്രാമീണ വായനശാലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ആളുകളെ കൊണ്ട് ഒരു പ്രസ്താവന തയ്യാറാക്കിച്ച് അതിൽ ഒപ്പിടിവിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി പവനൻ സാറിനെ സന്ദർശിക്കുകയുണ്ടായി. ആ രാഷ്ട്രീയ ഇടപെടലിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ് അതിൽ അതിൻ്റെ പക്ഷത്തുണ്ടായിരുന്നത്. അപ്പോൾ പവനൻ സാറ് തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ചും CPIയുടെ കൂടെ നിൽക്കുന്ന, അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സമീപിക്കുകയും
അതിൽ ഒപ്പിടുന്നതിനെ പറ്റി സംസാരിക്കുകയും ചെയ്തത്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനകം തന്നെ ആ പ്രസ്താവനയിൽ ഒപ്പിടാൻ സമ്മതിച്ച ചില വ്യക്തികൾ, ഒരുപാട് പേര്, മറ്റു പ്രസ്താവനകളിലൊന്നും ഒപ്പിടുന്ന ആളുകളല്ലാതിരുന്ന പ്രേംജിയും MR ജിയും കുഞ്ഞുണ്ണി മാഷും പോലെയുള്ള കുറേ അധികം പേര് ആ പ്രസ്താവനയിൽ അതിനകം ഒപ്പിട്ടിരുന്നു. അപ്പോൾ അതിൽ ചില ആളുകളെ അവിടെ നിന്ന് തന്നെ ബന്ധപ്പെട്ട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഇത് രാഷ്ട്രീയമായി ഒരു പക്ഷേ എന്നെ ചോദ്യം ചെയ്യാനും എനിക്കെതിരെ ഒരു പക്ഷേ ഇനിയിപ്പോൾ നടപടി ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളതായിരിക്കാം ഒരു പക്ഷേ ഞാനിതിൽ ഒപ്പിടുന്നത്. ഇതിലൊപ്പിട്ട മറ്റുള്ള ആളുകളൊന്നും രാഷ്ട്രീയ പ്രവർത്തകരല്ല, രാഷ്ട്രീയ നേതാക്കന്മാരോ രാഷ്ട്രീയ പാർട്ടിയോ ബന്ധമുള്ളവരോ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായേക്കാം. പക്ഷേ ഞാനിതിൽ ഒപ്പിടും, എനിക്കിതിൽ ഒപ്പിടാതിരിക്കാൻ കഴിയില്ല, പ്രസ്താവനയോടൊപ്പം നിൽക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്താവനയിൽ ഒപ്പുവെച്ച് തന്ന ആളായിരുന്നു പവനം മാഷ്, പവനം സാറ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും രാഷ്ട്രീയവും ബോധവും യുക്തിബോധവും എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഒരു സാംസ്കാരിക ബോധം, സാംസ്കാരിക പ്രവർത്തനം ജനാധിപത്യപരമായി നടക്കണം എന്നുള്ള ആ ബോധ്യം കൃത്യമായി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ നിലപാട് സ്വീകരിക്കാൻ, അതിൻ്റെ ഭവിഷ്യത്തുകളോ എന്തും പരിഗണിക്കാതെ അദ്ദേഹം തയ്യാറായിരുന്നു. ഞാൻ അത്രയുമാണ്. പിന്നീട് അതിന് ശേഷം ഞങ്ങൾ ആ വായനശാലയിൽ നിന്നൊക്കെ പുറത്തു പോയിട്ട് ഗ്രാമ്യ വിചാരവേദി എന്ന പേരിൽ, പിന്നീട് ഗ്രാമിക എന്ന പേരിലൊക്കെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിന് തുടക്കം കുറിക്കുന്നത് അഷ്ടമിത്ര ഹൈസ്കൂളിലെ ഒരു പ്രഭാഷണ പരമ്പരയിലൂടെയാണ്. 6 മാസം നീണ്ടുനിന്ന 12 പ്രഭാഷണങ്ങൾ ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ. അതിലും ഒരുപാട് പ്രമുഖരായ പ്രഭാഷകർ, അതിൽ പവനൻ സാറുണ്ടായിരുന്നു. ആ 12 പേരിൽ ഒരാൾ പവനൻ സാറായിരുന്നു. യുക്തിവാദവും ഒക്കെയായി ബന്ധപ്പെട്ട ആ വിഷയത്തെക്കുറിച്ചാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത്. ഇങ്ങനെ 3 സന്ദർഭങ്ങളിലാണ് എനിക്ക് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാനും 3 വട്ടവും മിക്കവാറും വീട്ടിൽ പോയി സംസാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ കണ്ടതും സംസാരിച്ചതും. ആ ഓർമ്മകൾ വളരെ ദീപ്തമായ സ്മരണകളായി മനസ്സിൽ സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുകയാണ്. ഒപ്പം തോമസ് മാഷ് യുക്തിവാദിയായി ജീവിതാവസാനം വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും മാളയിലും കൊടുങ്ങല്ലൂരും പോലെയുള്ള ചാലക്കുടി പ്രദേശങ്ങളിലൊക്കെ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് CPIയിലാണ് അദ്ദേഹം അവസാനം വരെ അദ്ദേഹം തുടർന്നിരുന്നത്. അവസാന കാലത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന്, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതിന് ശേഷം സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും വളരെ സജീവമായിരുന്നു. നേരത്തെ ശക്തിധരൻ സ്വാഗതം പറയുമ്പോൾ സൂചിപ്പിച്ച പോലെ മാളയിലെ ഇന്നും വാർത്തകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മാളയിലെ യഹൂദ സ്മാരകങ്ങൾ, യഹൂദ സിനഗോഗും ശ്മശാനവും അത് ആക്രമിക്കപ്പെടുന്ന സമയത്ത് നശിച്ചു പോവുക മാത്രമല്ല, നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കുക, ഒരു ചരിത്ര സ്മാരകം എന്നുള്ള നിലയിൽ അവയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ വലിയ പോരാട്ടങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അത് ഈ സമീപകാലത്താണ് അവിടെ സംരക്ഷണം ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞത്. തോമസ് മാഷുടെയൊക്കെ മരണത്തിന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അത് കഴിഞ്ഞുള്ളൂ. എങ്കിലും അതിന് തുടക്കം കുറിച്ചതും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും തോമസ് മാഷാണ്. അദ്ദേഹത്തോടൊപ്പം അതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു നല്ല സ്മരണകളും എനിക്കുണ്ട്. തോമസ് മാഷുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നു. അത് തോമസ് മാഷ് മുന്നോട്ട് വെച്ച നിലപാടുകളും ആശയങ്ങളും പ്രചരിപ്പിക്കാനുമൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഈ മരണാനന്തര ശരീരദാനത്തിന് വേണ്ടിയുള്ള സമ്മതപത്രങ്ങൾ ഏറ്റുവാങ്ങലും അത് സമർപ്പിക്കലും ഒക്കെ അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കേരളത്തിലെ മികച്ച പൊതുപ്രവർത്തകർക്ക് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായ ആളുകളാണ് അവാർഡ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തോമസ് മാഷയുടെ പേരിൽ നടക്കുന്ന അത് സമൂഹത്തിൽ അദ്ദേഹമൊക്കെ മുന്നോട്ട് വെച്ച നിലപാടുകളെ ഓർത്തെടുക്കുക എന്നുള്ള, അതിനെ പുതുതലമുറയിലേക്ക് പകരുക എന്നുള്ള കാര്യത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരിക്കൽ കൂടി തോമസ് മാഷുടെയും പവനൻ സാറിൻ്റെയും സ്മരണകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.